ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഈ വയലറ്റ് ക്യാബേജിൻ്റേതാണ് കേട്ടോ. മുമ്പൊരു പ്രാവശ്യം ഞാൻ നമ്മുടെ നഴ്സറിയിൽ പോയപ്പോൾ കുറച്ച് പച്ചക്കറി തൈകൾ വാങ്ങിച്ചിരുന്നു. വഴുതന, പച്ചമുളക്, ഈ വയലറ്റ് ക്യാബേജ്. ഇതിലും പച്ചമുളകിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു. കുറച്ച് പച്ചമുളക് പിടിച്ച് കഴിഞ്ഞിട്ട് അത് വാടിപ്പോയിരുന്നു. വഴുതനയും പിടിച്ച് വരുന്നുണ്ട്, ഇതുവരെ കായായിട്ടില്ല. ഇത് നമ്മുടെ വയലറ്റ് ക്യാബേജാണ്. അന്ന് 5 രൂപ കൊടുത്ത് വാങ്ങിയതായിരുന്നു ഒരു തൈ ഞാൻ. അപ്പം അത് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ശരിക്കും ക്യാബേജ് ആയിട്ടില്ല, ഇല ഇങ്ങനെ വിടർന്ന് തന്നെ നിൽക്കുകയാണ്. ഒറ്റ ഒരു ഇതായിട്ട് ഇങ്ങനെ കിളിർത്ത് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കുറേ ഇലകൾ ഇങ്ങനെ ചീത്തയായി പോകുന്നു. അപ്പം ഞാൻ കരുതി കുറച്ച് മണ്ടയ്ക്കൊന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന്. ഇതെൻ്റെ കോളിഫ്ലവറാണ്. അതിൽ നിറയെ തൈകൾ പൊട്ടിക്കിളിർത്ത് വരുന്നുണ്ട്. ഒരു പ്രാവശ്യം ഇതിൽ നിന്ന് വിളവെടുത്തതാണ്, പിന്നെ തൈകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ മാറ്റി നടണം. ഇത് ഒരു മൂടി ചീരയായിരുന്നു. അതിൽ നിന്ന് ഞാൻ ഒരു പ്രാവശ്യം കട്ട് ചെയ്തെടുത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചീരയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നിറയെ പൊട്ടിക്കിളിച്ചാണത്. ഈ വീഡിയോ ഞാൻ മെയ് മാസത്തിലെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഇതിൽ നിറയെ 2-3 ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ പഴയ വീഡിയോ നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. മെയ് ഫസ്റ്റ് വീക്കിലാണ് ഞാൻ ഇതിൻ്റെ ഈ ഇല കട്ട് ചെയ്തെടുത്തും തോരൻ വെച്ചത്. അതിന് ശേഷം ഏതാണ്ട് ജൂലൈ ഫസ്റ്റ് വീക്കിൽ തന്നെ വീണ്ടും അതിൽ നല്ലതുപോലെ കിളിർപ്പ് വന്നിട്ടുണ്ട്. ഒന്നല്ല, രണ്ടിൽ കൂടുതൽ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. ഇതാണ് ഈ ജൂലൈയിൽ ഞാൻ എടുത്ത വീഡിയോ ആണ്. കട്ട് ചെയ്തെടുത്തു നിന്ന് ഇത്രയും പിന്നെയും പൊട്ടിക്കിളിർത്ത് കിട്ടിയിട്ടുണ്ട്. ക്യാബേജ് പോലെ കറക്റ്റായിട്ടായി കിട്ടുന്നില്ലെങ്കിലും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല നമുക്ക് തോരൻ വയ്ക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നുകൂടെ പൊട്ടിക്കിളിർത്ത് വരുന്നുണ്ടെങ്കിൽ ഇതിനെ മാറ്റി നട്ട് 1-2 തൈകളാക്കി എടുക്കണമെന്നുണ്ട്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് 2ാമത്തെ വിളവെടുപ്പാണ് എൻ്റെ വയലറ്റ് ക്യാബേജിൻ്റെ. അപ്പം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.